DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. കേരളത്തിൽ ഇന്ന് അതിശക്ത മഴയുണ്ടാകുമെന്നാണ് അറിയിപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ തീവ്രമഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് 1 ഗ്രാം സ്വർണം ഗ്രാമിന് 35 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 1 പവൻ സ്വർണത്തിന് 280 രൂപയോളമാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇതോടെ 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 14,275 രൂപയും 1 പവൻ സ്വർണത്തിന് 1,14,200 രൂപയുമായി വില. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്കായ റിപ്പോ റേറ്റിൽ നിലവിൽ യാതൊരുവിധ മാറ്റവും വരുത്തേണ്ടതില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ധനനയ അവലോകന സമിതി യോഗത്തിന് ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ചെയ്തത്. ഇതനുസരിച്ച് റിപ്പോ റേറ്റ് മുൻപത്തെ പോലെ 5.25% തന്നെ തുടരും. പലിശ നിരക്കുകൾ ഉയർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യാതെയുള്ള ഈ തീരുമാനത്തോടെ RBI തങ്ങളുടെ ന്യൂട്രൽ അല്ലെങ്കിൽ നിഷ്പക്ഷ നിലപാട് നിലനിർത്തിയിരിക്കുകയാണ്. തുടർച്ചയായ 4ാം തവണയാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്താതെ ഒരേ നിലപാടിൽ മുന്നോട്ടു പോകുന്നത്. അടുത്തറിയിപ്പ്, കേരളത്തിൽ വാഹനങ്ങളിൽ വരുത്താവുന്ന മോഡിഫിക്കേഷനുകൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് പുതിയൊരു പട്ടിക തയ്യാറാക്കി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. നിയമക്കുരുക്കുകളില്ലാത്ത ഈ ലിസ്റ്റിൽ മുൻകൂട്ടി അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 കാര്യങ്ങളും അനുമതിയോടെ RC ബുക്കിൽ മാറ്റം വരുത്തി ചെയ്യാവുന്ന 6 കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സീറ്റ് കവർ ഫോർമാറ്റ്, മാന്യമായ ബോഡി സ്റ്റിക്കറുകൾ, ഡാഷ് ക്യാമറ, 50% ദൃശ്യതയുള്ള സൺഫിലിം തുടങ്ങിയവയ്ക്ക് മുൻകൂട്ടി അനുമതി ആവശ്യമില്ല. എന്നാൽ വാഹനത്തിന്റെ നിറം മാറ്റൽ, എഞ്ചിൻ മാറ്റൽ, LPG CNG കിറ്റ് ഘടിപ്പിക്കൽ, ഇലക്ട്രിക് വാഹനമാക്കൽ, ഷാസി ഫ്രെയിം മാറ്റൽ എന്നിവയ്ക്ക് MVDയുടെ മുൻകൂർ അനുമതിയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ മാറ്റവും നിർബന്ധമാണ്. അടുത്തറിയിപ്പ്, വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകൾക്ക് പകരമായി എത്തനോൾ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റൗവുകൾ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. LPG വിലക്കയറ്റത്തിൽ പ്രതിസന്ധിയിലായ ഹോട്ടൽ ഉടമകൾക്കും ചെറുകിട സംരംഭകർക്കും ഇത് വലിയ ആശ്വാസമാകും. എത്തനോൾ ഉപയോഗത്തിലൂടെ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി 15% കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം എണ്ണ ഇറക്കുമതി വീണ്ടും കുറയ്ക്കുന്നതിനായി ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്താനുള്ള നടപടികളും സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള പൈലറ്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.